അങ്ങനെ ബ്രൂണോക്കുട്ട ശിവരാത്രി ആശംസ പറഞ്ഞ എല്ലാവരോടും. ഈ വർഷത്തെ ബ്രൂണോക്കുട്ടൻ്റെ ശിവരാത്രി ആശംസകളാണ്. ബ്രൂണോക്കുട്ടന് ഇത്ര നേരം ഭക്ഷണം കഴിക്കാൻ മടിയായിരുന്നുണ്ടോ? ബ്രൂണോക്കുട്ട ആണോ? ചോറ് കൊടുത്തപ്പോൾ കഴിക്കാൻ മടിയായിട്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു അവന് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരിക്കലാണ്. അപ്പോൾ അവനും അതിൽ ബീഫുണ്ട്, ബീഫായാലും പറക്കി തിന്നു. ബ്രൂണോ എന്നാ ബ്രൂണോക്കുട്ട എന്നിട്ടുണ്ട് നിനക്ക്? അങ്ങനെ ഈ വർഷത്തെ ബ്രൂണോക്കുട്ടൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും ഇത്തവണത്തെ ശിവരാത്രി ആശംസകൾ അല്ലേ ബ്രൂണോ? പ്രത്യേകിച്ച് എൻ്റെയും ബ്രൂണോക്കുട്ടൻ്റെയും ആശംസകൾ. വെള്ളം വേണോ? എന്നിട്ട് വേണ്ട എനിക്ക്? അവനെ ഞാൻ കൊണ്ടുപോയില്ലെന്ന് മനസ്സിലായിരുന്നു. ബാ വേഗം തിന്നണേ, അമ്പലത്തിൽ കൊണ്ടുപോവാ. വേഗം തിന്നെ, എന്നാ അമ്പലത്തിൽ കൊണ്ടുപോവാ. ബാ വേഗം കഴിക്കടാ, എന്നാൽ പോവാം നമുക്ക്. ബാ പോവാം, സ്പടിയത്തിങ്ങ് പോവാം. അതിൻ്റെ ബീഫിൻ്റെ കുറച്ച് ഞാൻ പൊടിച്ച് അടിയിലിട്ട് കൊടുത്തിട്ടുണ്ടായി. പിന്നെ അത് മുകളിലുണ്ടായ ബീഫിൻ്റെ ഇതൊക്കെ എടുത്ത് തന്നു. അവരിപ്പോൾ ഒരു മടിയായി. ആദ്യം എല്ലാം കഴിക്കുന്നുണ്ടായി, ഇപ്പോൾ മടിയായി. ചോറിന് അവന് ബീഫ് വേണം. മീനും എല്ലാ മീനും കഴിക്കില്ല. അവൻ്റെ സ്പെഷ്യൽ മീനുകളുണ്ട്, അതല്ലാണ്ട് അവൻ കഴിക്കില്ല. ഇല്ലടാ ബ്രൂണോ, ഇവിടെ വയ്ക്കാൻ ബാ. അതാരത്? ചേട്ടനാ? അങ്ങോട്ട് വാ. ബാബ ഒന്ന് തല ഒന്ന് തൊട്ട് നോക്കിയേ. കാലത്തല്ലേ കുറച്ച് ചോറൊക്കെ കഴിച്ചു. ഇവിടെ കൂട്ട ലേശം അമ്പലത്തിൽ നിന്ന് വന്ന പ്രസാദം കുറച്ച് കൊടുത്തതിന് മധുരട്ട് അധികം കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് കുറച്ച് പായസം, അവന് പായസം ഭയങ്കര ഇഷ്ടമാണ്. ആ പായസം നമ്മളുണ്ടാകും ഹാഫ് നണി. എന്താണ് ബ്രൂണോക്കുട്ടൻ കുളിച്ച് കുറി തൊട്ടില്ല നീ? കുറി തൊട്ടാ? കുറി തൊട്ടാ? പോവാ നമുക്ക് അമ്പലത്തിൽ പോവാന്നപ്പോൾ നോക്കണേക്കും പോവാ. വേഗം കഴിക്കാനും കൊണ്ടുപോവാം. വേഗം ചോറിൻ്റെ എന്നാ കൊണ്ടുപോവാം. ചോറ് വന്നില്ലേ? ചോറിനോ? എന്നാ കൊണ്ടുപോവാം. അതേ അമ്പലത്തിൽ കൊണ്ടുപോവാം. വേഗം തിന്ന്, വേഗം ചെല്ല്, വേഗം തിന്ന്. ആദ്യത്തെ വല്ലപ്പത്തിരി എല്ലാത്തിനും മടിയാണ് കഴിക്കുകയാണെങ്കിൽ. പിള്ളേരെ നിർബന്ധിക്കണ പോലെ നിർബന്ധിക്കണതാണ്.